തേവലക്കര ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ കർശന നിർദ്ദേശങ്ങളുമായി മുഖ്യമന്ത്രി. ബലക്ഷയമുള്ള സ്കൂൾ കെട്ടിടങ്ങളുടെ വിവരം 2 ആഴ്ചയ്ക്കകം നൽകണം. പൊളിച്ചു മാറ്റേണ്ടവ, അറ്റകുറ്റപ്പണി വേണ്ടവ എന്നിങ്ങനെ വേർതിരിച്ച് പട്ടിക നൽകണമെന്നും ഉന്നതതല യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി ഹാൻസ് ജോൺ നമുക്കൊപ്പം ചേരുകയാണ്. ഹാൻസ്, ഇനിയൊരു ദുരന്തം കൂടി ആവർത്തിക്കാതിരിക്കാൻ കർശനമായ നടപടികൾ, സമയോചിതമായിട്ടുള്ള നടപടി വേണമെന്നാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? എങ്ങനെയായിരുന്നു ചർച്ച? ബിനിൽ, കൊല്ലം തേവലക്കരയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ച സംഭവം, അതിനോടൊപ്പം തന്നെ കോട്ടയത്ത് മെഡിക്കൽ കോളേജ് കെട്ടിടം ഇടിഞ്ഞു വീണുകൊണ്ട് ഗൃഹനാഥ മരിച്ച 2 സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തത്. ഇതിൽ മന്ത്രിമാരായിട്ടുള്ള കെ രാജൻ, ധനമന്ത്രി ബാലഗോപാൽ, ശിവൻകുട്ടി, വീണ ജോർജ് അടക്കമുള്ള എല്ലാ മന്ത്രിമാരും, ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കുകയുണ്ടായി. ഇതിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഏതാനും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 2 ആഴ്ചക്കകം ബലഹീനമായിട്ടുള്ള സ്കൂളുകൾ, സ്കൂൾ കെട്ടിടങ്ങൾ, ആശുപത്രി കെട്ടിടങ്ങൾ എന്നിവയുടെ പട്ടിക സമർപ്പിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ദുരന്ത നിവാരണ വകുപ്പിനോടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ അറ്റകുറ്റപ്പണി വേണ്ടവ, പൊളിച്ചു മാറ്റേണ്ടവ എന്നിവയുടെ ലിസ്റ്റ് വേർതിരിച്ച് നൽകണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ സ്കൂൾ കെട്ടിടങ്ങൾ പൊളിച്ച് മാറ്റുമ്പോൾ അത് അവധി ദിവസങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് വേണം എന്നുകൂടി മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ഇത്തരത്തിൽ പൊളിച്ചുമാറ്റം നടക്കുന്ന സ്കൂളുകളിൽ, അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്കൂളുകളിൽ ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നത് വരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും PTA-യും വിദ്യാഭ്യാസ വകുപ്പും പകരം സംവിധാനം കണ്ടെത്തണം. അൺഎയ്ഡഡ് സ്കൂളുകളിലും ഇത്തരത്തിലുള്ള പരിശോധന ഇതിനോടൊപ്പം നടത്താനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപകടാവസ്ഥയിലുള്ള പൊതുകെട്ടിടങ്ങളുടെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തുന്നതിനായി സോഫ്റ്റ്വെയർ ഉണ്ടാക്കും. ഇലക്ട്രിക്കൽ സംബന്ധമായ കാര്യങ്ങൾക്ക് പരിശോധിക്കാനായി ചീഫ് ഇലക്ട്രിക്കൽ ഓഫീസർ, തദ്ദേശ സ്വയംഭരണം, പൊതുമരാമത്ത് വകുപ്പ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എന്നിവർ ചേർന്ന പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി ഇപ്പോൾ ഈ യോഗത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ യോഗത്തിൽ നൽകിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ തീരുമാനം. ഭിനിൽ, തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ വളരെ സംയോജിതമായി തന്നെ ഈ നടപടികളെല്ലാം പൂർത്തിയാക്കും എന്ന് തന്നെയാണോ ഹാൻസ്? മാത്രമല്ല, പല ഇടത്തും നമ്മൾ സ്കൂൾ കെട്ടിടങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് കണ്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, ഈ സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തിയാവുകയും പക്ഷേ നിർമ്മാണ ഉദ്ഘാടനം കാത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ലഭിക്കാത്തത് മൂലം അവിടെ പ്രവർത്തനം ആരംഭിക്കാത്ത, അല്ലെങ്കിൽ ക്ലാസുകൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാത്ത സ്ഥിതികൾ ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ ഈ യോഗത്തിൽ ചർച്ചയായിട്ടുണ്ടോ? പിന്നിൽ നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് എല്ലാ വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ ഉണ്ടായിരുന്നു. മന്ത്രിമാരടക്കമുള്ളവർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ വശങ്ങളും പരിഗണിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ പരിശോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ യോഗം നടന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട് വലിയ മാർഗനിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ കർശന മാർഗനിർദ്ദേശങ്ങൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ചിരുന്നു. പക്ഷേ പല സാഹചര്യങ്ങളിലും ഇത് നടപ്പിലാകാത്ത സ്ഥിതിയാണുള്ളത്. അതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു കൊല്ലത്ത് സംഭവിച്ചത്. ഈ സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സ്കൂളിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പോലീസ്, ഫയർഫോഴ്സ്, അതിനോടൊപ്പം തന്നെ PTA, സ്കൂൾ സംഘടനകൾ അടക്കമുള്ള എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് പല പല രീതിയിലാണ് ഈ ഉത്തരവാദിത്തങ്ങൾ ഡിവൈഡ് ചെയ്ത് നൽകിയിരിക്കുന്നത്. ഈ ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പല സ്കൂൾ കെട്ടിടങ്ങളും ഉദ്ഘാടനം കഴിഞ്ഞിട്ടും തുറക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത സാഹചര്യം മൂലമാണ്. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഇത്തരമൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് എല്ലാ ഉദ്യോഗസ്ഥരെയും വിളിച്ചു ചേർത്തുകൊണ്ടുള്ള ഈ യോഗം. അതുകൊണ്ട് തന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉറപ്പാക്കേണ്ട കെട്ടിടങ്ങൾക്ക് അത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ നൽകിയിട്ടുണ്ട്. മറ്റ് വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള സംയോജിതമായ ഇടപെടലാണ് നടത്തേണ്ടത്, അതുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകളും നടന്നിട്ടുണ്ട് ഈ യോഗത്തിൽ. പക്ഷേ പ്രാഥമികമായി ഇത്തരത്തിൽ ഈ സ്കൂൾ കെട്ടിടം തകർന്നുകൊണ്ട്, അല്ലെങ്കിൽ കെട്ടിടവുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായിട്ട് വിലയിരുത്തേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. ഇനി ഈ സ്കൂൾ കെട്ടിടങ്ങളിലോ ആശുപത്രി കെട്ടിടങ്ങളിലോ പൊളിച്ചു മാറ്റേണ്ടവ ഉണ്ട്, അല്ലെങ്കിൽ ശരി, വ്യക്തമാണ്. പൊളിച്ചു മാറ്റേണ്ടവ വളരെ വേഗത്തിൽ തന്നെ പൊളിച്ചു മാറ്റണം എന്ന കർശനമായ നിർദ്ദേശമാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ. വളരെ വേഗത്തിൽ നടപടി വേണമെന്നുള്ള കാര്യം കൂടി മുഖ്യമന്ത്രി ഈ യോഗത്തിൽ അറിയിച്ചതായി ഹാൻസ് ജോൺ റിപ്പോർട്ട് ചെയ്യുന്നു.